കർത്താവിന്റെ സന്നിധിയിൽ ഈ വിശുദ്ധ ദിനത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പവിത്രവും പരിപാവനവുമായ നാമത്തിലുള്ള വന്ദനം അറിയിച്ചുകൊണ്ട് 56 സങ്കീർത്തനത്തിലേക്ക് ദൈവജനത്തിന്റെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. വേദപുസ്തകത്തിൽ സ്വർണഗീതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം ഗീതങ്ങൾ ഉണ്ട്. 56 മുതൽ 60 വരെയുള്ള 5 സങ്കീർത്തനങ്ങളെ വേദപണ്ഡിതന്മാർ അല്ലെങ്കിൽ തിരുവചനം വിശദീകരിക്കുന്നത് സ്വർണഗീതങ്ങൾ എന്ന പേരിലാണ്. ഈ 19-ാം സങ്കീർത്തനവും സ്വർണഗീതത്തിൽപ്പെട്ടതാണ്. ഗോൾഡൻ സാംസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. ഈ 5 സങ്കീർത്തനങ്ങളും അതിന്റെ പശ്ചാത്തലം നോക്കിയാൽ അത് അത്രേ വിലയേറിയതായതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ഏറ്റവും ക്രിട്ടിക്കലായ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചില പ്രയാസങ്ങളുടെ നടുവിൽ ദൈവം ചില വിടുതലുകൾ നൽകുമ്പോൾ ആ ലഭിച്ച വിടുതൽ മറ്റെല്ലാത്തിനേക്കാളും അതിനു മുമ്പ് പല പ്രാവശ്യം പല കാര്യത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ ഇടയായിട്ടുണ്ടാവാം. എന്നാൽ ആ ഒരു പ്രത്യേക കാര്യം അതിന് ഒരു പ്രത്യേക വിലയാണുള്ളത്. അതുപോലെ ഈ 56 മുതൽ 60 വരെയുള്ള സങ്കീർത്തനങ്ങളുടെ പശ്ചാത്തലം വളരെ വിലപ്പെട്ട പശ്ചാത്തലമാണ്. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനത്തിന്റെ മുകൾ ഭാഗത്തായി നാം ഇങ്ങനെ കാണുന്നു: ദൂരസ്ഥന്മാരുടെ ഇടയിൽ മിണ്ടാതിരിക്കുന്ന പ്രാവ് എന്ന രാഗത്തിൽ ദാവീദിന്റെ ഒരു സ്വർണ ഗീതം. തന്നെ ഗത്തിൽ വെച്ച് ഫെലിസ്ത്യർ പിടിച്ചപ്പോൾ താൻ ദൈവ മുമ്പാകെ ഒരു വിടുതലിനായി ജാഗരിക്കുകയും ലഭിച്ച വിടുതൽ ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ പാടുകയും ചെയ്യുന്ന പാട്ടാണ് 56-ാം സങ്കീർത്തനം. ഗത്ത്, എസ്കലോൻ, അങ്ങനെ ഗസ, എക്രോൻ, കുറെ പട്ടണങ്ങൾ, 5 പ്രധാന പട്ടണങ്ങൾ ഫെലിസ്ത്യ പട്ടണമുണ്ട്. ശൗലിന്റെ ഉപദ്രവത്താൽ ദാവീദ് ഓടിപ്പോകുമ്പോൾ ഗത്ത് രാജാവായ ആക്കീശിന്റെ അരമനയിൽ അഭയം പ്രാപിക്കുന്നു. എന്നാൽ അവിടെ വെച്ച് ദാവീദിനെ ഒരാൾ തിരിച്ചറിയുന്നു. തിരിച്ചറിയുമ്പോൾ ഇവനല്ലേ ഗോലിയാത്തിനെ കൊന്ന് ഇസ്രായേൽ കന്യകമാർ ആനന്ദ നൃത്തത്തോടെ വരവേറ്റത് ഈ ദാവീദല്ലയോ എന്ന് ചോദിക്കുമ്പോൾ ദാവീദിനെ പിടിച്ചു എന്ന് ദാവീദിന് ബോധ്യമായപ്പോൾ അവൻ അവരുടെ മുമ്പിൽ ഭാവം മാറി ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ആകീശ് രാജാവ് ഇങ്ങനെ പറയുന്നുണ്ട്, 34-ാം സങ്കീർത്തനത്തിലൊക്കെ അതിന്റെ തലക്കെട്ടിലൊക്കെ അബീമലേക്ക് രാജാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഫെലിസ്ത്യ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് അബീമലേക്ക് എന്നുള്ളത്. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ, ഇസഹാക്കിന്റെ കാലത്ത് ക്ഷാമമുണ്ടായപ്പോൾ അവർ ഫെലിസ്ത്യ ദേശത്ത് ഉള്ള അബീമലേക്ക് രാജാവിന്റെ അടുക്കൽ പോയി എന്ന് എഴുതിയിരിക്കുന്നു. ഫറവോൻ എന്നും അബീമലേക്ക് എന്നും ഹെരദാവ് എന്നും ഒക്കെ പറയുന്നത് സ്ഥാനപ്പേരായിരിക്കുന്നത് പോലെ അബീമലേക്ക് എന്നുള്ളത് ഫെലിസ്ത്യ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാ. കത്തോലിക്ക സഭയുടെ പരമോന്നതാധ്യക്ഷനെ പോപ്പ് എന്ന് വിളിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു പേരുണ്ട്. ആ പേരിനേക്കാളും പോപ്പ് ഇത്രാമൻ എന്നാണ് അറിയപ്പെടുന്നത്. ആയതുപോലെ ദൈവസന്നിധിയിൽ അബീമലേക്കെന്നും ആശീഖ് രാജാവെന്നും കാണുമ്പോൾ രണ്ടും രണ്ടല്ല, ഒന്നാണെന്ന് മനസ്സിലാക്കിക്കോണം. ആകീശ് രാജാവിന്റെ മുമ്പിൽ ഒരു ഭ്രാന്തനെ പോലെ അഭിനയിക്കുമ്പോൾ രാജാവ് പറയുന്നൊരു കാര്യമുണ്ട്: എന്റെ മുമ്പിൽ ഭ്രാന്ത് കളിക്കാൻ ഇവിടെ എന്നാ ഭ്രാന്തന്മാര് കുറവുണ്ടോ? കൊട്ടാരത്തിൽ ആവശ്യത്തിന് സുബോധമില്ലാത്തവരുണ്ട്. ആ കൂട്ടത്തിൽ വെളിയിൽ നിർത്തനെ കൂടി ഇവിടേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ച്
ദാവീദിനെ ആട്ടിക്കളയും. നിന്ന ഏൽപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ ആ നിന്നയോടുകൂടെ ഓടുന്ന വേളയിലാണ് 34-ാം സങ്കീർത്തനത്തിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്ത് വാഴ്ത്തുമെന്ന് പറഞ്ഞ് പോകുന്നത്. അതിന്റെ അടുത്ത തലമാണ്, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യരെന്നെ വിഴുങ്ങാൻ പോകുന്നു. ചവച്ചരയ്ക്കുകയല്ല, വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അത്രേ വലിയ ഒരു വായോട് കൂടിയ ജനം എന്ന് പറഞ്ഞാൽ എന്നെ വിഴുങ്ങിക്കളയത്തക്കവണ്ണമുള്ള ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ എനിക്ക് ചുറ്റുമായിരിക്കുകയാണ്. ദാവീദ് ചെന്ന് അകപ്പെട്ട സ്ഥലത്തെല്ലാം ദാവീദിനെ ആളുകൾ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. ദാവീദ് കെയിലയിൽ ചെന്നു, കെയില നിവാസികൾ ദാവീദിനെ ഒറ്റിക്കൊടുത്തു. ഇങ്ങനെ ഈ ഒറ്റിക്കൊടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദാവീദ് ഉണ്ടെന്ന് ശൗൽ അറിയണമെങ്കിൽ ദാവീദിന്റെ കൂടെയുള്ളവർ തന്നെ ദാവീദിന്റെ കാര്യം പറഞ്ഞാലല്ലേ ദാവീദിന് ഒരു വിഷയമുണ്ടാകുകയുള്ളൂ. അതുപോലെ ശൗലിങ്ങോട്ട് വരുന്നുണ്ടെന്ന് ദാവീദ് അറിയണമെങ്കിൽ ശൗലിന്റെ കൂട്ടത്തിൽ ദാവീദിന്റെ ആളുകൾ ഉണ്ടെങ്കിലല്ലേ അറിയത്തുള്ളൂ. അല്ലാതെ ശൗല് രാവിലെ ഫോൺ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരിക എന്നല്ലോ പറയുന്നേ. അപ്പോൾ അവിശ്വസ്തരായ ആളുകൾ രണ്ടു പക്ഷത്തുമുണ്ട്. അതുകൊണ്ട് ദാവീദ് എപ്പോഴും ദൈവത്തോടങ്ങ് പറയുകയാ, ദൈവമേ എന്നെ വിഴുങ്ങാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുത് എന്നെ ഞെരുക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും എനിക്ക് വിശ്രമമില്ലാതെ എന്നോട് പോരാടിക്കൊണ്ടിരിക്കുകയാ. എന്നെ തകർത്ത് കളയുവാൻ ഗർവത്തോടെ എതിർക്കുന്നവർ. ഇതെല്ലാം പറയുമ്പോഴും ദാവീദ് ദൈവസന്നിധാനത്തിങ്കൽ ആശ്വസിക്കുന്ന ഒരു ശ്രേഷ്ഠമേറിയ കാര്യമാണ്, ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. എനിക്ക് ഭയമുണ്ട്, എന്നാൽ എനിക്ക് ആശ്രയിക്കാൻ ഒരു സ്ഥലവുമുണ്ട്. നിനക്ക് ഭയവുമാണ്, ആശ്രയമറ്റൂടെ നിൽക്കുകയാണെങ്കിലാണ് അത് അപകടം. എനിക്ക് ചുറ്റും ഭയപ്പെടുത്തുന്ന അനേക സംഭവങ്ങൾ ഉണ്ടെങ്കിലും എനിക്ക് ആശ്രയിക്കാൻ ഒരു ദൈവമുണ്ട്. കൂരിലും താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുന്നില്ല. കാരണം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, നീ എന്റെ കൂടെ ഉണ്ടല്ലോ. 27-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കാനാ. 34-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഏളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. ഇവിടെ 56-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എനിക്ക് ഭയമുണ്ടാകുന്ന വേളയിൽ, എന്നെ ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ സംഭവങ്ങൾ എനിക്ക് ചുറ്റും തല ഉയർത്തുമ്പോൾ എനിക്ക് ആശ്രയിക്കാൻ ഒരു സങ്കേതമുണ്ട്. ഇന്ന് ഈ വിശുദ്ധ ആരാധനയുടെ നടുവിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്നെ ഭയപ്പെടുത്തുന്ന വിഷയം എന്താ? നിന്റെ രോഗമാണോ? നിന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ ക്ഷീണാവസ്ഥയാണോ? നിന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ കടഭാരമാണോ? നിന്നെ ഭയപ്പെടുത്തുന്നത് നിന്റെ ആരോഗ്യമില്ലായ്മയാണോ? കർത്താവ് പറയുന്നു, അവന്റെ വചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഭയപ്പെടുന്ന വിഷയം എന്താണെങ്കിലും ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഇയ്യോബ് ഒരിക്കൽ പറഞ്ഞു, ഞാൻ എന്നതാണോ ഭയപ്പെട്ടത് അതെനിക്ക് ഭവിച്ചു. ഈ ഓടിപ്പോകുന്ന വേളയിലും ചുറ്റും ശത്രുക്കൾ ഉള്ളപ്പോഴും ഭയപ്പെടുന്ന സാഹചര്യമുള്ളപ്പോഴും ദാവീദ് ദൈവവചനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സമയം കണ്ടെത്തി. അതുകൊണ്ടാണ് ഞാൻ യഹോവയിൽ അവന്റെ വചനത്തിൽ പുകഴും, ദൈവത്തിൽ ആശ്രയിക്കാൻ കഴിയുക എന്നത് എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ മുമ്പിൽ എന്തെങ്കിലും മാനസിക സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ, മാനസിക വേദനകൾ ഉണ്ടെങ്കിൽ എൻ്റെ പ്രാർത്ഥന
ശരിയാകാറില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് വരുമ്പോഴും ഈ വലിയ വിഷയമാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. അതിലിങ്ങനെ നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെ ഇടിച്ചിടിച്ച് അവിടെ നിൽക്കുകയുള്ളൂ. അതിനൊരു പരിഹാരം വരാതെ മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. വളരെ വളരെ മുന്നോട്ട് പോകാൻ കഴിയാതെ നീറിപ്പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിഷയം മാനുഷിക നിലവാരത്തിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് വലിയ വിഷയമായതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന മുന്നോട്ട് പോവുകയല്ല. അത്ര വലിയ പ്രതിസന്ധി ജീവിതത്തിൽ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ദാവീദിന് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവവചനത്തിൽ ആശ്രയിപ്പാനും കർത്താവിന്റെ സാന്നിധ്യത്തിൽ പുകഴുവാനും കഴിയുന്നു എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളെക്കാളെല്ലാം വലുതായി ഇതിനൊരു പരിഹാരകനുണ്ടെന്ന് താൻ വിശ്വസിച്ചു എന്ന് വേണം കരുതാൻ. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് രോഗമുണ്ടെങ്കിൽ നമുക്കൊരു സൗഖ്യദായകനുണ്ട്. നമുക്ക് ക്ഷീണമുണ്ടെങ്കിൽ നമുക്ക് ബലപ്പെടുത്തുന്ന ഒരുവനുണ്ട്. നമുക്ക് കഷ്ടതയുണ്ടെങ്കിൽ കഷ്ടതയിൽ അടുത്ത തുണയായ ഒരുവനുണ്ട്. നാം ഒറ്റപ്പെട്ടു പോയെങ്കിൽ അനാഥരായി വിടാതെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞൊരു ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൽ ആശ്രയിപ്പാൻ കഴിയട്ടെ. 2 പ്രാവശ്യം ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്, ഞാൻ യഹോവയിൽ അവന്റെ വചനത്തിൽ പുകഴും, ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. ഒരു ഭാഗത്ത് ജഡത്തിന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും, രണ്ടാമത്തേത് മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ്. ഇതിനെ രണ്ടിനെയും രണ്ടായിട്ട് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ. മനുഷ്യൻ എന്നുള്ളതും ജഡമെന്നുള്ളതും നമ്മളെ ഭയപ്പെടുത്തുന്ന 2 പ്രധാന കാര്യമാണ് ജഡവും മനുഷ്യനും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പണം, നമ്മുടെ സൗഖ്യം, നമ്മുടെ രോഗം, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ജഡവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ഈ പറയപ്പെട്ട ഏതെങ്കിലുമൊക്കെ കാര്യത്തിലായിരിക്കും നമുക്കൊരു ഭയമുള്ളത്. വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരാത്മാവ് വസിക്കുന്നത് വീണ്ടെടുക്കപ്പെടാത്ത ജഡത്തിലാണ്. ഉണ്ടോ? വീണ്ടെടുക്കപ്പെട്ട ആത്മാവ് വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ജഡത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ ജഡത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്താൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരുക്കമുള്ള വേർപെട്ട ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്ന ഒരു ആത്മാവ് അകത്തുള്ളത് കൊണ്ട് ഈ ജഡത്തിന്റെ ആഗ്രഹവും ആത്മാവിന്റെ ആഗ്രഹവും തമ്മിൽ ഒരുമിച്ച് പോവുകയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്ന ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അപ്പോൾ ജഡത്തിലെ വിഷയങ്ങൾ, ജഡത്തിലെ ചിന്തകൾ, ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക. ഞാൻ യഹോവയിൽ ആശ്രയിക്കുന്നു. ജഡത്തിന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? രണ്ടാമത്തേത്, ഞാൻ യഹോവയിൽ അവനിൽ ആശ്രയിക്കുന്നു, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? രണ്ടാമത്തെ കാര്യം മനുഷ്യൻ ചെയ്യുന്നതാ. ഉപദ്രവിക്കുക, നിന്ദിക്കുക, ആക്രമിക്കുക, ഇങ്ങനെയുള്ളതായ പ്രശ്നങ്ങൾ. ഇത് വരുമ്പോൾ അവിടെയും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാ? ഇനി അതിനകത്തെ തന്റെ പ്രത്യാശയുടെ ഏറ്റവും വലിയ വിഷയമാണ് 9-ാം വാക്യത്തിൽ കാണുന്നത്. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോ തന്നെ നിന്റെ ശത്രുക്കൾ പിൻവാങ്ങുവാനിടയാകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മെ ഭീഷണിപ്പെടുത്തിയത്, നമ്മെ ഭാരപ്പെടുത്തിയത്, നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച നിമിഷത്തിൽ വിട്ടുമാറിയെങ്കിൽ ഒരു ദൈവ പൈതലിന് നേരെ വരുന്ന വെല്ലുവിളി അവൻ പ്രാർത്ഥിക്കുന്ന സമയം വരെ ഉള്ളൂ.
പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അതോടുകൂടെ അതിന് പരിഹാരം വരികയാണ്. ദൈവത്തിൽ ആശ്രയിച്ചാൽ ജഡം നിന്നെ തകർക്കുകയില്ല. ദൈവത്തിൽ ആശ്രയിച്ചാൽ മനുഷ്യൻ നിന്നെ തകർക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത്രയും വലിയ പോരാട്ടവും പ്രതിസന്ധിയും ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കാൻ, ദൈവവചനത്തിൽ ആശ്രയിപ്പാൻ സമയം കണ്ടെത്തുന്ന ദൈവഭക്തൻ അതരം തുറന്നവേ അവനെ വെല്ലുവിളിച്ച വിഷയങ്ങൾ വഴിമാറി പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ മുമ്പിൽ ബാലികേറാമല പോലെ നിൽക്കുന്ന വലിയ പ്രതികൂലങ്ങളെ കണ്ട് നീ തകർന്നു പോകരുത്. വിശ്വാസത്താൽ നിന്നെ മുന്നോട്ട് വിടാത്ത പർവ്വതീകരിച്ചു നിൽക്കുന്ന വൻമലയോട് ഈ വിഷയത്തെ ഇവിടുന്ന് വേരോടെ പറഞ്ഞ് സമുദ്രത്തിൽ പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും എന്നാണ്. ഞാൻ അതിനോട് ബന്ധപ്പെട്ടൊരു മാനുഷിക നിലയിൽ ഒരു ദൈവപ്രവൃത്തിയെ കുറിച്ച് പണ്ട് പറഞ്ഞതാണെന്ന് തോന്നുന്നു. എങ്കിലും ഒരിക്കൽ കൂടെ പറയാം. ഒരിക്കൽ ഒരു വലിയ ഒരു മലയുടെ താഴെയായിട്ടൊരു കീഴ്വശത്തായിട്ടൊരു അംഗൻവാടി കെട്ടിടത്തിൽ കുറെ കുട്ടികളുമായിട്ടൊരു ടീച്ചർ, ഒരു വിശ്വാസിയായ ടീച്ചർ പഠിപ്പിക്കുക. ഈ മല മഴയത്ത് ഉരുണ്ടോ മറിഞ്ഞോ വന്നാൽ ഈ ഒറ്റ കുഞ്ഞുങ്ങൾ മിച്ചം കിട്ടുകയില്ലെന്ന് അവർക്കറിയാം. അവർ ഈ അക്ഷരങ്ങളും പാട്ടുകളൊക്കെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അവർ ഈ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, എന്നും രാവിലെ നിങ്ങൾ വരുമ്പം ഈ മലയോട് നീങ്ങി കടലിൽ പോകാം എന്ന് പറയണമെന്ന്. കർത്താവ് ഉദ്ദേശിച്ചത് നമ്മുടെ മുമ്പിൽ കാണുന്ന ഹൈറേഞ്ചിലെ ഏതെങ്കിലും ഒരു മലയോട് ഇങ്ങോട്ട് മാറുക എന്ന് പറയുക എന്നുള്ളതല്ല. നമ്മുടെ മുമ്പിൽ പർവ്വതം പോലെ നിൽക്കുന്ന വിഷയത്തോട് നീങ്ങിപ്പോകാനാ. അതുപോലെ സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ എന്ന് പറയുന്നത് അതൊരു മലയല്ല. സെരുബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന വെല്ലുവിളിയായി നിൽക്കുന്ന വിഷയം യഹോവയുടെ ആലയം പണി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിനക്ക് കൃപ എന്ന് ആർത്തുകൊണ്ട് ആണിക്കല്ല് കയറ്റും എന്ന് പറയുവാൻ കാരണം. അപ്പോൾ എല്ലാ ദിവസവും ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഈ മലയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു വിരൽ ചൂണ്ടി, കർത്താവേ, അവരുടെ ഭാഷയാണ്. നമ്മുടെ പോലെ വലിയ വ്യാകരണവും ജംഗ്ഷനും ഗ്രാമറും ഒന്നുമില്ല. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ എങ്ങനെ പറയുന്നെന്ന് ഓർത്ത് നോക്കിയേ. അതുങ്ങള് 3.5 വയസ്സ് 4 വയസ്സ് 5 വയസ്സിൽ താഴെ ഉള്ളൂ. 5 വയസ്സൊക്കെ വന്നാൽ പിന്നെ അവിടെ ഇരുത്തുകയല്ലോ. അപ്പം ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. സർവേശ്വരൻ കേൾക്കാതിരിക്കുവോ? കുഞ്ഞുങ്ങള് എന്നതെങ്കിലും പറയുമ്പം മുതിർന്നവര് തടയാൻ തുടങ്ങിയാൽ പോലും അവരെ തടയരുത്, ഇങ്ങോട്ട് വിടാനാ കർത്താവ് പറയുന്നത്. അപ്പോൾ അവർക്കൊരു പ്രത്യേക പ്രയോറിറ്റി കർത്താവ് അനുവദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചില ആഴ്ചകൾ, ചില മാസങ്ങൾ, ചില നാളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമുദ്രത്തിൽ വേലിയേറ്റമുണ്ടാകുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാൻ, തിരമാലകളുടെ ശല്യം വരുമ്പോൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് വലിയ കല്ല് വേണം. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ വലിയ ചതുരത്തിലുള്ള വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ഈ കടൽ തീരത്തിടുന്നേ. അപ്പൊ അതുപോലുള്ള പ്രതിരോധം സൃഷ്ടിക്കാൻ കുറെ കല്ല് വേണം. ആ ഭാഗത്ത് നോക്കിയപ്പം ഈ അംഗൻവാടിയുടെ അപ്പുറത്തിരിക്കുന്ന ഈ മലയേ ഉള്ളൂ. കണ്ടോ? അവസാനം അതിന്റെ ഒരു തരിക്കല്ല് പോലും അവിടെ ഇല്ലാതെ അത് മുഴുവൻ എവിടെ പോയി? സമുദ്രത്തിൽ പോയി. പിള്ളേര് പ്രാർത്ഥിച്ചത് എങ്ങനെയാ? ഇതിങ്ങനെ തന്നെ പോയി സമുദ്രത്തിൽ വീഴണേ കർത്താവേ എന്ന്. ദൈവം അതല്ല അതിന്റെ അർത്ഥം. വേദപുസ്തകം ഉദ്ദേശിക്കുന്ന അർത്ഥം അല്ലെങ്കിലും പച്ചയായ ഒരു യാഥാർത്ഥ്യമായി അത് ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ കണ്ടു. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ ചെറിയ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ ദൈവവചനത്തിന്റെ പ്രേരക ശക്തി കൊടുത്തപ്പോൾ ആ വചനം വേദപുസ്തകത്തിലെയാണോ എന്നൊന്നും പിള്ളേർക്കറിയത്തില്ല. അവരുടെ ചെറിയ പ്രായത്തിൽ ആ കിട്ടിയ വചനം അവര് അത് ഒരു നന്മയായി, ഒരു മറുപടിയായി ഇങ്ങനെ മാറിപ്പോകുന്നത് കണ്ടത്, അവരുടെ കുഞ്ഞു മനസ്സിൽ പതിഞ്ഞത് അതങ്ങനെ കിടക്കും. കുറെ കഴിഞ്ഞ് അതിലാരേലുമൊക്കെ 1-2 എണ്ണം വിശ്വാസത്തിൽ വരുവാന്ന് കൂട്ടിക്കോ. അങ്ങനെ കറങ്ങി തിരിഞ്ഞത് സഭാഹോളി വരുമ്പോ ഉപദേശി പ്രസംഗിക്കുമ്പോഴാണ് ഇത് ഇവിടെ ആയിരുന്നല്ലേ എന്ന്
അന്നേ പിടികിട്ടുള്ളൂ. അന്ന് ഇത് എവിടാന്നൊന്നും അവർക്കറിയത്തില്ല. അവരുടെ ഉള്ളിൽ അന്ന് കയറിയതാ. സമൂഹത്തിൽ രാഷ്ട്രീയക്കാരും അല്ലാത്തവരും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. എന്നതാ ഇത് സന്ദർഭമൊന്നോ ഏതാന്നോ ഒന്നും അറിയത്തില്ല. അപ്പൊ അവർക്കെല്ലാം ഇത് അറിയാം. ഇത് വേദപുസ്തകത്തിലെ നിങ്ങൾ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് പറയുന്ന ഇന്നുപോലെ എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരെല്ലാം നിന്ന് തകർത്ത് പ്രസംഗിക്കുന്നത് കേൾക്കാം. സംഭവം എന്നാന്ന് അവർക്കും അറിയത്തില്ല. ഇതുപോലെ ഇതിന്റെ ഗൗരവം എന്താണെന്നൊന്നും അറിയാതെ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആ വിഷയം അവർ ഏറ്റെടുത്ത് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവർ പ്രാർത്ഥിച്ചതിന്റെ മറുപടി അവർ കണ്ടതുകൊണ്ട് അവരുടെ മുമ്പിൽ അസാധ്യമായി വരുന്ന ഏതെങ്കിലും ഒരു കാര്യം വരും ഭാവിയിൽ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ അംഗൻവാടിയിലെ എക്സ്പീരിയൻസ് അവരുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തും. അസാധ്യങ്ങളെ സാധിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് അന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടതാണെങ്കിൽ ദൈവ പൈതലൊരു കാര്യം മനസ്സിലാക്കണം. നീ അധരം തുറക്കുന്നത് വരെ നിന്റെ മുമ്പിലുള്ള പ്രശ്നമുള്ളെന്ന്. ഇതാ ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ എന്നെ വിട്ടുപോയി. അതുകൊണ്ട് ദാവീദിന്റെ ഒരു കാര്യം മനസ്സിലായി, മനുഷ്യന് മുഴുവൻ പ്രതികൂലമാ, പക്ഷെ ദൈവം അനുകൂലമാണെന്ന് ഞാൻ അറിയുന്നു. റോമാലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ നോക്കൂ, ആ വചനങ്ങളൊക്കെ എത്ര ശ്രേഷ്ഠമാണ്. 9-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു, ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ പാടാറുണ്ടല്ലോ, ദൈവം എനിക്ക് അനുകൂലം നന്നായി അറിയുന്നു ഞാൻ. അത് ഈ വാക്യത്തിൽ നിന്നാണ് വന്നത്. ദൈവത്തിന് സ്തോത്രം. ഫെലിസ്ത്യർ ഗത്തിൽ നിർത്താതെ ഓടിച്ചു വിട്ടപ്പോൾ ആ ഓട്ടത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ ഹൃദയത്തിൽ കൊടുത്ത ഒരാത്മീയ ചിന്തയാണ് ദൈവം എനിക്ക് അനുകൂലം. അത് പറയുമ്പോൾ തന്നെ അമ്മായിയപ്പൻ തനിക്ക് പ്രതികൂലമാ. ഇസ്രായേലിനെ ആര് കഷ്ടപ്പെടുത്തിയോ അവരെ വിടിവിച്ച ആളാണ് ദാവീദ് എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന്റെ മുഴുവൻ വിഷയത്തിന്റെ മുമ്പിലും താൻ ഇടപെട്ടവനാ. അവനും പ്രതികൂലമാണ്. സ്വന്തം മകൻ അബ്ശാലോം തനിക്ക് പ്രതികൂലമാ. തന്റെ വീട് പ്രതികൂലമായി, സകലതും പ്രതികൂലമായി. ഇത്രയും പ്രതികൂലം വന്നപ്പോഴും ദാവീദ് പറയുക, ദൈവം എനിക്ക് അനുകൂലം, ദൈവം എനിക്ക് അനുകൂലം. ദൈവത്തിന് സ്തോത്രം. ഇനി ഇതിന്റെ 8-ാമത്തെ വാക്യം വളരെ പ്രാധാന്യതയുള്ളൊരു വാക്യമാണ്. അതുകൂടെ നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവ് തന്റെ ദാസന്റെ കഷ്ടതയെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ തന്റെ ഹൃദയം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഒന്നാണ്, നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. ഉഴലുക എന്ന് പറഞ്ഞാൽ എന്നതാ? അലയുക എന്ന് പറയുകയല്ലേ. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ഒരു കാര്യവും നടന്നുമില്ല. രാവിലെ മുതൽ ദീർഘനാളായിട്ട് അതിന്റെ പുറകെ ഇങ്ങനെ കയറിയിറങ്ങി നടന്ന് 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 അങ്ങ് ഉഴലുക. സമയം, അധ്വാനം, ആരോഗ്യം, പണം, ഇങ്ങനെ ഒത്തിരി 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 നഷ്ടങ്ങളിലൂടെ പോയിട്ടും എങ്ങും എത്താതെ അലയുന്ന അനുഭവം. ചില സർട്ടിഫിക്കറ്റുകൾക്ക് വേണ്ടി ചില സർക്കാർ ഓഫീസുകൾ വഴി കയറിയിട്ടുള്ളവർക്കറിയാം ഉഴലുന്ന എന്നാന്ന്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇവര് പറഞ്ഞ മുഴുവൻ സാധനവും ഇനി ഇവരെന്തേലും ചോദിച്ചാൽ പറയാൻ സാധ്യതയുള്ള റെക്കോർഡുകളും വരെ കൊണ്ട്, കാരണം ഇനി ഒന്നുകൂടെ തിരിച്ചു വരരുതെന്നുള്ള പ്രതീക്ഷയിൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവർ പറയാം, ആ പോയിട്ട് നാളെ വാ, ഒറ്റ വാക്കേ ഉള്ളൂ, നാളെ വാ. അന്നേരത്തേക്കും നമ്മുടെ അത്രയും നേരത്തെ അധ്വാനം പോയേച്ച് പിന്നെ നാളെ വരുമ്പം അങ്ങോട്ട് സെക്ഷനിൽ ആളില്ല. ഇവർക്കൊരു വാക്കേ ഉള്ളൂ, പക്ഷെ നമ്മൾ കടന്നുഴലുക. ഇങ്ങനെ 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 അങ്ങ് ഉഴന്നുഴന്നുഴന്നുഴന്ന്
സാറേ ഞാൻ എത്ര ദിവസമായി വരുന്നു. ഇവിടെ വേറെ പലരും ഇതിനേക്കാളും മുമ്പ് വന്നവരുണ്ട്, അവർക്കത് പറഞ്ഞാൽ മതി. ഉഴലുന്നത് അറിയുന്നില്ല, അലയുന്നത് അറിയുന്നില്ല, കഷ്ടപ്പെടുന്നത് അറിയുന്നില്ല. പക്ഷെ കർത്താവിന്റെ വചനം പറയുന്നു, ആര് കണ്ടില്ലേലും ആരറിയുന്നില്ലേലും ഞാൻ നീറുന്നത് ആരും മനസ്സിലാക്കുന്നില്ലേലും നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എത്ര നാളായെന്നും എത്ര ദിവസമായെന്നും എന്ത് കഷ്ടപ്പെട്ടു എന്നും എന്റെ ദൈവം അറിയുന്നു. പ്രിയരെ, ദീർഘജല നാളുകളായി നീ ഒരേ വിഷയത്തിന്റെ മുമ്പിൽ തന്നെ നീറിക്കൊണ്ട് നീ ഇങ്ങനെ അലഞ്ഞ് വിഷമിച്ച് തകർന്ന് ഓരോ ദിവസവും ഇരുട്ടി വെളുപ്പിച്ച് മുമ്പോട്ട് പോകുന്നത് സർവശക്തനായ ദൈവം എണ്ണുന്നുണ്ട്. ഇസ്രായേലിന്റെ കഷ്ടതയെ കണ്ടവൻ, ഇസ്രായേലിന്റെ ഉഴൽച്ചകളെ കണ്ടവൻ, ശ്വാസ ജീവിതത്തിലേക്ക് ചുവട് വെച്ച അന്ന് മുതൽ, ആത്മീയ ജീവിതത്തിലേക്ക് ചുവട് വെച്ച അന്ന് മുതൽ ഉണ്ടായ വെല്ലുവിളികളും സങ്കടങ്ങളും ഞെരുക്കങ്ങളും വേദനകളും അവഗണനകളും എല്ലാം കണ്ട് രണ്ടറ്റമൊന്ന് കൂട്ടിമുട്ടിക്കാൻ, ഭാവിക്ക് വേണ്ട ഒരു ക്രമീകരണം നടത്തുവാൻ, ഒരു ജീവനോപാധി ഉണ്ടാക്കിയെടുക്കുവാൻ നീ അലയുന്നതിന്റെ ഉഴൽച്ചകളെ എന്റെ ദൈവം എണ്ണുന്നുണ്ട്. ഈ ഉഴൽച്ച മാത്രമല്ല, ഈ ഉഴലുന്ന വേളയിൽ തന്നെ നിന്റെ കണ്ണ് നിറയുന്നതും എന്റെ കർത്താവ് കാണുന്നുണ്ട്. കൂടെ ജീവിക്കുന്നവരും കൂടെ താമസിക്കുന്നവരും ഒരുമിച്ച് വിശ്രമിക്കുന്നവരും കാണാത്ത കണ്ണുനീര് എന്റെ കർത്താവ് കാണുന്നുണ്ട്. അവരറിയാത്ത ഉഴൽച്ച എന്റെ കർത്താവ് അറിയുന്നുണ്ട്. നീ എന്റെ ഉഴൽച്ചകളെ എണ്ണുന്നു, എന്റെ കണ്ണുനീരിനെ നിന്റെ തുരുത്തിയിൽ ആക്കി വെക്കണമേ. പാലസ്തീൻ നാട്ടിൽ വിലയേറിയ വീഞ്ഞിനെ തോൽക്കുടങ്ങളിൽ ഭദ്രമായി സൂക്ഷിക്കുന്നത് പോലെ ഞാൻ കരഞ്ഞത്, ഞാൻ തകർന്നത്, മാനുഷികമായ ചില വാക്കുകളുടെ മുമ്പിൽ, ചില സാഹചര്യങ്ങളുടെ മുമ്പിൽ ഞാൻ നീറി എന്റെ ഹൃദയം പൊടിഞ്ഞ് എന്റെ കണ്ണുകൾ നിറഞ്ഞ് കവിളിണകളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. തുരുത്തിയിൽ പാലുണ്ട്, വീഞ്ഞുണ്ട്, വെള്ളമുണ്ട്, തന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണുനീരുണ്ട്. മരുഭൂപ്രയാണത്തിലാകുന്ന യാത്രികർക്ക് അവരുടെ ദാഹം അകറ്റുവാനായി ഉണ്ടാക്കുന്ന തോൽ കൊണ്ടുള്ള ഒരു പാത്രമാണ് തുരുത്തി. അതിനെക്കുറിച്ച് പറയുന്ന ഒരു ചരിത്രം ഇങ്ങനെയാണ്. ആടിന്റെ കഴുത്ത് കണ്ടിച്ചിട്ട് തോല് ആടിനെ ഇങ്ങനെ മലർത്തി കിടത്തി നീളത്തിൽ അങ്ങോട്ട് കീറും. വയറ് നീളത്തിൽ കീറിയിട്ട് 4 വശത്തേക്കും ഈ തൊലി പൊളിച്ചിട്ട് ഈ തൊലിക്കകത്തുനിന്ന് വലിച്ചൂരി എടുക്കും. 4 കാലും വലിച്ചൂരി എടുത്തിട്ട് ഈ ഒരു ഭാഗം നന്നായിട്ടങ്ങ് തയ്ക്കും. തയ്ച്ചിട്ട് ഈ 2 കൈയും കൂട്ടിക്കെട്ടി 2 കാലും കൂട്ടിക്കെട്ടി കഴിയുമ്പോൾ ഒരു ലേഡീസ് ബാഗ് പോലിരിക്കും. എന്നിട്ട് ഈ കഴുത്തിന്റെ അവിടെ ഒരു കയറിട്ടൂടെ കിട്ടും. ഇതാണ് തുരുത്തി. അപ്പൊ എനിക്കൊരു തുരുത്തി ഉണ്ടാകാൻ എനിക്ക് വേണ്ടി ഒരു മൃഗം മരിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ എന്റെ ദാഹം അകറ്റുവാൻ, എന്റെ കണ്ണുനീർ പങ്കിട്ട് വെക്കുവാൻ, എന്റെ തകർച്ചകളെ സൂക്ഷിക്കാൻ എനിക്കൊരു തുരുത്തി ഉണ്ടാകേണ്ടതിന് എനിക്ക് വേണ്ടി ഒരു മൃഗം മരിച്ചിട്ടുണ്ട്. അല്ല, എനിക്ക് വേണ്ടി ഒരാട് തന്നെ മരിച്ചിട്ടുണ്ട്.
വെളിപ്പാട് പുസ്തകത്തിൽ ഉലക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറയുന്നത് എന്റെ കണ്ണീരും എന്റെ സങ്കടവും എന്റെ വേദനയും എല്ലാം ഇട്ടുവെക്കാനുള്ള ഒരു തുരുത്തിയാണ്. സങ്കീർത്തനം 55 നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. 1 പത്രോസ് 5 വരുമ്പോൾ കാണുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിന്റെ ചിന്താകുലം അവന്റെ മേൽ ഇട്ടുകൊള്ളുക. യെശയ്യാപ്രവചനം 53 വരുമ്പോൾ അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നമ്മുടെ രോഗവും വേദനയും നിരാശയും കഷ്ടതയും ഭാരവും സങ്കടവും എല്ലാം പകരാനൊരു തുരുത്തിയായി എന്റെ യേശു മാറി. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണം. ഇതിനോട് ബന്ധപ്പെട്ട് സയൻസ് എന്താ പറയുന്നേ? ഒരു കുഞ്ഞ് ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോഴാണ് ആ കൊച്ചിന് കണ്ണുനീരുണ്ടാകുന്നത്. ഒരു കുഞ്ഞ് ജനിച്ച് 3 ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീരുണ്ടാകുന്നത്. ആ കണ്ണുനീര് എപ്പം വരെയുണ്ട്? മരണം വരെ. വിശ്വാസത്തിൽ വരുന്നതുകൊണ്ട് കണ്ണീര് പോകുകയല്ല, ലോട്ടറി അടിച്ചാൽ കണ്ണീര് പോകുകയല്ല, ഇവിടെ ഇല്ലാത്തതൊക്കെ ഉണ്ടായാലും കണ്ണുനീര് പോകുകയല്ല. ഈ കണ്ണുനീര് പോകുന്നൊരു സ്ഥലം കൂടെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ജനിച്ച അന്ന് തുടങ്ങിയ കണ്ണീരാണ്. ഈ വിശ്വാസ ജീവിതത്തിൽ വീണ്ടും ജനിച്ചപ്പോൾ ആരംഭിച്ച കണ്ണുനീരാ. കുടുംബജീവിതം തുടങ്ങിയപ്പോൾ ആരംഭിച്ച കണ്ണുനീരാ. ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരംഭിച്ച കണ്ണുനീരാ. ശരീരത്തിൽ രോഗം വന്നപ്പോൾ മുതൽ തുടങ്ങിയ കണ്ണുനീരാ. കണ്ണുനീര് ഇതുവരെ തോർന്നിട്ടില്ല. എന്നും കരയുമ്പോൾ, എന്നും കണ്ണുനീർ തൂവുമ്പോൾ ഇത് ഇവളുടെ ഒരു ജീവിത ശൈലിയാ, ഇത് ഇയാളുടെ ഒരു പ്രകൃതമാണെന്നുള്ള രീതിയിൽ ആളുകൾ അവഗണിച്ച് കളയുമ്പോഴും ഈ കണ്ണുനീരെല്ലാം വീണത് ഈ പാഴ്മരുഭൂമിയിലല്ല, ദൈവത്തിന്റെ തുരുത്തിയിലാണ്. നീ കരഞ്ഞിട്ട് നിന്നെ ആശ്വസിപ്പിക്കേണ്ടവർ ആശ്വസിപ്പിക്കാതിരുന്നെങ്കിൽ, നിന്റെ നിലവിളി കേട്ടിട്ട് നിന്റെ നിലവിളി കണ്ടിട്ട് കാണേണ്ടവർ, കരുതേണ്ടവർ, ആശ്വാസമാകേണ്ടവർ അതില്ലാതെ കടന്നു പോയെങ്കിൽ, ഈ കണ്ണുനീര് ഇന്നുവരെയും തോർന്നിട്ടില്ലെങ്കിൽ, ഈ കണ്ണുനീര് തോരുന്നൊരു സമയമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ കണ്ണുനീര് ആദ്യം തുടയ്ക്കുന്നത്. നമ്മൾ കണ്ണുനീര് തുടച്ചാലും പിന്നെയും കണ്ണുനീര് വരും. നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കണ്ണുനീര് തുടച്ചാലും കണ്ണുനീര് വരും. ഈ കണ്ണുനീര് തുടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമല്ല, അതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. കരയണ്ട കൊച്ചു കരയണ്ട, നമുക്ക് അതിനാണ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു പരിഹാരത്തിന്റെ അടയാളമാണ് കണ്ണുനീർ തുടയ്ക്കുന്നത്. പക്ഷെ ആ കണ്ണുനീർ തുടച്ചൊരു പരിഹാരം വന്നിട്ടും പിന്നെ കണ്ണുനീരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ പരിഹാരങ്ങളൊന്നും ഒരു ശാശ്വത പരിഹാരമല്ല. പിന്നെ ആര് തുടച്ചാലാ ഈ കണ്ണുനീര് തീരുന്നേ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന് 3 മുതലുള്ള തിരുവചനങ്ങൾ നോക്കാം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന് 3 മുതൽ. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന് ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെയിരിക്കും. ശ്രദ്ധിക്കണം, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെന്നല്ല പറയുന്ന, കണ്ണുനീര് എല്ലാം
എല്ലാം തുടച്ചു കളയും. നമ്മളിവിടെ ജനിക്കുന്ന ദൈവ സന്നിധിയിൽ നിന്ന് വന്നിവിടെ ജനിക്കുക, അല്ലാതെ സ്ത്രീ പുരുഷ സംയോജത്താൽ നമ്മൾ ഉളവാവുകയല്ല. ആത്മാവ് എന്ന് പറയുന്നത് ശരീരം ഡിസൈൻ ചെയ്യുന്നത് ആ നിലയിലാണെങ്കിലും ആത്മാവ് വരുന്ന ദൈവസന്നിധിയിൽ നിന്നാണ്. അപ്പോൾ ഈ ആത്മാവ് വന്നത് ദൈവസന്നിധിയിൽ നിന്നാണ്, ചെന്ന് ചേരുന്നതും ദൈവസന്നിധിയിലാണ്. എന്ന് പറഞ്ഞാൽ കണ്ണീരില്ലാത്ത നാട്ടിൽ നിന്ന് വന്നിട്ട് ഈ കണ്ണുനീരെല്ലാം അനുഭവിച്ചിട്ട് ഒടുവിൽ കണ്ണുനീരില്ലാത്ത നാട്ടിലേക്ക് ചെല്ലുകയാ. ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, നമ്മൾ ഒന്നുകൂടെ കരയും, എന്നിട്ട് ഈ കരച്ചിൽ അങ്ങ് നിൽക്കും. അതെപ്പോഴാ? ദൈവത്തിന് സ്തോത്രം. ലോകേ വലഞ്ഞലഞ്ഞ് ഞാനൻ വീടോടടുക്കും, എൻ പ്രിയൻ പാർപ്പിടം മനോഹര ഹർമ്മ്യം, മുത്തുകളാൽ നിർമ്മിതമാം 12 ഗോപുരം കണ്ടാനന്ദിച്ചിടാൻ നിത്യമായി വാഴുവാൻ. ദൈവത്തിന് സ്തോത്രം. അടുത്തത്, എൻ അല്ലൽ തീർന്ന് ഞാൻ ഹല്ലേലൂയ പാടും, വല്ലഭനാ പൊന്നേശുവേ ഞാൻ എന്ന് കാണുമോ അവനെ ഒന്നുകൂടെ കാണുമ്പോൾ എന്റെ നാഥാ എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ രക്ഷക എന്ന് വിളിച്ചുകൊണ്ട്, എന്റെ പ്രിയനെ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ ഒന്നുകൂടെ അവന്റെ പാദത്തിൽ നമ്മുടെ കണ്ണുനീർ വീഴും. അവിടെ വെച്ച് അവനെ കണ്ണുനീര് തുടയ്ക്കും. ഇനി കരച്ചിലില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് നല്ല സന്തോഷം വന്നാലും കരയും, സങ്കടം വന്നാലും കരയും. അപ്പോൾ ഇത് കണ്ണുനീരിന്റെ ലോകമാണ്. വിഷമം വരുമ്പോൾ മാത്രമല്ല കരയുന്നത്, സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ആനന്ദകരമായ അനുഭവം വരുമ്പോഴും ദൈവവചനത്തിന്റെ ആഴങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുമ്പോഴും ഒക്കെ കരയും. എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ണുനീരില്ലാത്തൊരു കാര്യമില്ലെന്ന്. ഈ നാട് കണ്ണുനീരിന്റെ നാട്. ഇത് സ്വർഗത്തോട് ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ ഇതൊരു താഴ്വരയാണല്ലോ. സ്വർഗം ഉന്നതമായിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ താഴ്വര കണ്ണുനീർ താഴ്വരയാ. അതുകൊണ്ട് ഇതിനെ ജലാശയമാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആണിപ്പഴുതേറ്റ കരം കൊണ്ട് അവൻ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തൂക്കും. തമ്പുരാൻ തുടച്ചാൽ ഇനി ഒരു തുള്ളി കണ്ണുനീരിന് ഇതിന്റെ കണ്ണിത് വരികയില്ല. ദൈവത്തിന് സ്തോത്രം. അധികാരപ്പെട്ടവൻ, പരിഹാരം വരുത്താൻ കഴിയുന്നവൻ, മറുപടി തരാൻ കഴിയുന്നവൻ, വിഷയത്തിന് വിടുതൽ തരാൻ കഴിയുന്നവൻ നിന്റെ കണ്ണ് തുടച്ചാൽ അത് തുടച്ചതാ. അന്ന് നിന്റെ കണ്ണുനീര് തോർന്നാൽ അത് തോർന്നതാ. പിന്നെ കരയേണ്ടി വരികയില്ല. ഇങ്ങനൊരു അനുഭവം പ്രാപിച്ച ഒരാള് വേദപുസ്തകത്തിലുണ്ട്. വീട്ടിൽ കിടന്ന് കരഞ്ഞു, വഴിയിൽ കരഞ്ഞു, ആലയത്തിൽ കരഞ്ഞു. ആളെ പിടികിട്ടിയല്ലോ, ഹന്ന. ദൈവസന്നിധിയിൽ കരഞ്ഞു, പിന്നെ മുഖം പാടിയില്ല. ദൈവത്തിന് സ്തോത്രം. വീട്ടിൽ കിട്ടാത്തത്, ഭർത്താവിൽ നിന്ന് കിട്ടാത്തത്, വഴിയിൽ ലഭിക്കാത്തത്, ആലയത്തിൽ ലഭിക്കാത്തത്, സർവേശ്വരൻ അവളുടെ കണ്ണുനീര് തുടച്ചപ്പോൾ അത് മറുപടിയായി മാറി, അത് ശമൂവേലായി മാറി. ദൈവത്തിന് സ്തോത്രം. അവൻ നിന്റെ ഉഴൽച്ചകളെ എണ്ണുന്നുണ്ട്. ദൈവ പൈതലേ, സ്വർഗം നിന്റെ ഉഴൽച്ചകൾക്കൊരു വിരാമമിടട്ടെ, നിന്റെ കണ്ണുനീരിനൊരു വിരാമമിടട്ടെ. ഇനി റോമൻ പാരമ്പര്യം അനുസരിച്ച് മറ്റൊരു ചരിത്രവും കൂടി ഇതിനുണ്ട്. ഒരു സ്നേഹിതന്റെ വിലാപ വേളയിൽ, അതൊരു പഴയ പാരമ്പര്യമാണ്, റോമാക്കാർക്കും അത് തുടർന്നു. റോമാക്കാരും അല്ലെങ്കിൽ പഴയ കാലത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച്, വേദപുസ്തക പാരമ്പര്യം അനുസരിച്ച്, ഒരു സ്നേഹിതൻ കരഞ്ഞാൽ അവന്റെ അടുത്ത് പോയി അവന്റെ മറ്റു സ്നേഹിതന്മാരോട് ഇരിക്കും. എന്നിട്ട് അവന്റെ സങ്കടം പൊട്ടി ഒഴുകി കണ്ണുനീരായി വരുമ്പോൾ അത് ചെറിയ പഞ്ഞി കൊണ്ടോ തുണി കൊണ്ടോ അത് ഒപ്പിയെടുത്തിട്ട് ചെറിയ കുപ്പിയിൽ ഇങ്ങനെ പിഴിഞ്ഞ് സൂക്ഷിക്കും. ഇത് കരയുന്ന പിശാചിന്റെ കണ്ണുനീര് കുടിക്കുന്ന പിശാച് എന്ന് പറഞ്ഞാൽ അല്ലിത്.
അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇതിങ്ങനെ പിഴിഞ്ഞെടുത്ത് ഇവര് സൂക്ഷിക്കും. എന്താന്ന് ചോദിച്ചാൽ ആ സ്നേഹിതന്റെ ആത്മാർത്ഥതയെ കാണിക്കുന്നതാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, ഇയ്യോബ് ചെന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ അവന്റെ സ്നേഹിതന്മാർ അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. ഒടുവിൽ ഇയ്യോബ് പറയുന്നുണ്ട്, നിങ്ങളെല്ലാം വ്യസനിപ്പിക്കുന്ന സ്നേഹിതന്മാരല്ലാതെ ആശ്വസിപ്പിക്കുന്ന സ്നേഹിതന്മാരല്ല എന്ന് പറഞ്ഞു. റോമ പാരമ്പര്യ പ്രകാരം വിദേശങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും വിദൂരങ്ങളിലേക്കുമൊക്കെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ, ബിസിനസിന് പോകുമ്പോൾ, അവർ പോയാൽ പിന്നെ ദീർഘനാളുകൾ കഴിഞ്ഞാ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതുവരെയും ഈ ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് അവന്റെ വരവിനായി, പ്രസൻസിനായി കണ്ണീരോടെ കാത്തിരുന്നെന്ന് കാണിക്കാൻ വേണ്ടി ചെറിയ കുപ്പിക്കകത്ത് ഈ കണ്ണുനീരിങ്ങനെ സൂക്ഷിച്ച് വെക്കുമായിരുന്നു. ഭർത്താവ് വരുമ്പോൾ അത് കാണുമ്പോൾ തന്റെ ഭാര്യ തനിക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥതയോടെ കാത്തിരുന്നല്ലോ എന്ന് ഓർക്കും. ഇന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാത്തത് നന്നായി അല്ലെ? ചുമ്മാ ഉപ്പ് കലക്കി വെച്ചേനെ. ലിറ്റർ കണക്കിനുള്ള കുപ്പിക്കകത്ത് ഇത് മുഴുവൻ അച്ചാൻ പോയച്ച് വരുന്നിടം വരെ ഇരുന്ന് കരഞ്ഞതാണെന്നും പറഞ്ഞു. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇനിയിപ്പോ സത്യത്തിൽ കരഞ്ഞാൽ പോലും ഇന്നതൊന്നും വകവെക്കുകയല്ല. ഇപ്പൊ വേറെ സംവിധാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഫോണിനകത്തൂടെ ഒക്കെ കരഞ്ഞ് കാണിച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത കാര്യത്തിലേക്ക് പോയി. ഇങ്ങനെയൊക്കെയുള്ള സിസ്റ്റത്തിലേക്ക് വന്നതുകൊണ്ട് ഇതൊന്നും ഇന്നില്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഓർക്കൂ, എന്നിട്ട് ഈ ജീവിത പങ്കാളികളോ സ്നേഹിതന്മാരോ മരിക്കുമ്പോൾ അതുവരെ സൂക്ഷിച്ചു വെച്ച ആ കണ്ണുനീര് അവരുടെ ഖബറിലേക്ക് വെച്ച് അവരെ അടക്കുമായിരുന്നു. അതാണ് ആ ഒരു സൂക്ഷിക്കുന്ന അനുഭവം, ആ ഒരു പാരമ്പര്യം യഹൂദന്മാരുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് കർത്താവിന്റെ സന്നിധിയിൽ ദാവീദ് പറഞ്ഞത്, എന്റെ കണ്ണുനീര് നീ സൂക്ഷിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ ജീവനായ എന്റെ ഏറ്റവും അടുത്തയാളായി നീ ഉണ്ടല്ലോ. ഈ കണ്ണുനീര് നിന്റെ തുരുത്തിയിൽ നീ സൂക്ഷിക്കുന്നുണ്ടല്ലോ. കുപ്പിയിൽ നല്ല തുരുത്തിയിൽ എന്ന് പറഞ്ഞാൽ ദാവീദിന് എന്നും കണ്ണീരാ. ചുമ്മാ കുപ്പിക്കകത്താണെങ്കിൽ കുപ്പിയൊക്കെ നിറഞ്ഞു പോകും. അതുകൊണ്ട് തുരുത്തിക്കകത്ത് സൂക്ഷിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. ദൈവം മുമ്പാകെ താൻ കരഞ്ഞപ്പോൾ, ഇതാ ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിന്മാറാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, നീ ജാഗരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം തന്റെ ദൂതന്മാർ സ്വർഗം നിനക്ക് വേണ്ടി ക്രിയാത്മകമായി ചലിക്കുവാൻ തുടങ്ങും. നീ ഇവിടെ പ്രാർത്ഥനയ്ക്കായി ജാഗരിക്കുമ്പോൾ നിന്റെ വിഷയത്തിന് വേണ്ടി എന്റെ കർത്താവ് ജാഗരിക്കും. വചനത്തിൽ അത് തെളിവ് നൽകുന്നു. ദൈവത്തിന് സ്തോത്രം. എന്താണ്? ഞാൻ നിന്നോട് അറിയിച്ചിരിക്കുന്ന വചനങ്ങളൊക്കെ നീ പറയുന്നതിൽ ഒരു വിമുഖതയും കാണിക്കരുത്. നീ ഉത്സാഹിച്ചോണം, ഞാൻ അയക്കുന്ന ഏത് ദേശത്തും പോണമെന്ന് ഇരമ്യാവിനോട് പറയുമ്പോൾ ഇരമ്യാവ് ബാലനെന്ന് പറഞ്ഞ് അങ്ങനെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ നോക്കുമ്പോൾ നീ ബാലനെന്ന് പറയരുത്. ഉടനെ അടുത്തത് വെളിപ്പാട്. ഒന്ന് വചനം കൊടുത്തു, രണ്ടാമത് വെളിപ്പാട് കൊടുത്തു. കണ്ട വെളിപ്പാടിനെ കുറിച്ച് പറയുന്നു. നീ എന്ത് കാണുന്നു? ഞാൻ ഒരു ജാഗ്രത് വൃക്ഷത്തിന്റെ കൊമ്പ് കാണുന്നു. രണ്ടാമതൊരു തിളച്ച കലം കാണുന്നു. നീ കണ്ടത് ശരി തന്നെ. എന്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിക്കുമെന്ന് പറഞ്ഞു. അവിടെ ജാഗരിക്കുക എന്നതിന് എബ്രായ പദത്തിൽ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥമെന്ന് പറയുന്നത്, ഒരു കോഴി തന്റെ മുട്ട വിരിയുന്നത് വരെ അതിന്റെ മുമ്പിൽ അതിന്റെ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചിട്ട് അല്പം എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണ്ടി മാത്രം പോയച്ച് ആ തള്ളക്കോഴി വന്ന് വീണ്ടും ഈ മുട്ടയുടെ പുറത്തിരുന്ന് ഇതിനകത്തുനിന്നൊരു കുഞ്ഞ് പുറത്തു വരുന്നത് വരെയും വെയിറ്റ് ചെയ്യുന്നത് പോലെ ഞാൻ അറിയിച്ച വചനം, ഞാൻ പറഞ്ഞ ആലോചന നിവർത്തിയാകുവോളം, പ്രവൃത്തി പദത്തിൽ വരുവോളം ഞാൻ
അതിന്റെ മേൽ ജാഗരിക്കും. വചനം പറയുക മാത്രമല്ല, അതിനെ നിവർത്തിപ്പിക്കുന്ന ദൈവം കൂടെയാണ്. അരുളി ചെയ്യുക മാത്രമല്ല, അരുളി ചെയ്തവൻ പ്രവർത്തിപ്പാൻ ശക്തൻ എന്നുമുള്ള ഒരു പ്രത്യേക വീക്ഷണമാണ് അവിടെ കാണുന്നത്. എന്റെ വചനം നിവൃത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും. പ്രിയരെ, ഇന്ന് പകൽ ആത്മാവിൽ ഹൃദയത്തിൽ തട്ടി വിശ്വസിക്കുവാൻ കഴിയുമോ? ഞാൻ കേട്ട ആലോചനകൾ, ഞാൻ കേട്ട ദൂതുകൾ, എന്നോട് പറഞ്ഞ ദൈവിക സന്ദേശങ്ങൾ താമസിക്കുന്നുണ്ടാവാം, നിവൃത്തിയാകാതെ വരില്ല. കാരണം പറഞ്ഞത് മനുഷ്യന്റെ വാക്കല്ല, ദൈവത്തിന്റെ വാക്കായതുകൊണ്ട് എന്റെ കർത്താവിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ, എന്റെ ആലോചനയുടെ മേൽ, എന്നോട് പറഞ്ഞ ശബ്ദത്തിന്റെ മേൽ എന്റെ ദൈവം ജാഗരിക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുന്നു, പുല്ലിന്റെ മേൽ മഞ്ഞുപോലെയും വൃക്ഷങ്ങളുടെ മേൽ മാരി പോലെയും എന്റെ വചനമായിരിക്കും. നിങ്ങൾക്കതിൽ നിന്ന് മനസ്സിലായി? മാരി പോലെ അങ്ങ് പെയ്താൽ ചെറിയതെല്ലാം തകർന്നു പോകും, വലുത് മാത്രം നിലനിൽക്കൂ. അതുകൊണ്ട് എന്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് ഇളം പുല്ലിന്റെ മേൽ മഞ്ഞ് പോലെ. ഇളം പുല്ലിന്റെ മേൽ ഒരു മഞ്ഞുതുള്ളിയുടെ ആവശ്യമുള്ളതിന് വളരാൻ. എന്നാൽ മരങ്ങളുടെ മേൽ മാരി പോലെ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇരിക്കുന്ന കേൾവിക്കാരന്റെ ആത്മീയ നിലവാരം എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച് തിരുവചനം ഇടപെടുകയാണ്. പുല്ലിന്റെ മേൽ മഞ്ഞ് പോലെയും ഇളമ്പുല്ലിന്റെ മേൽ മഞ്ഞ് കണം പോലെയും വൃക്ഷങ്ങളുടെ മേൽ മാരി പോലെയും എന്റെ വചനമായിരിക്കും. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കലേക്ക് വരാതെ ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. 2025 ജനുവരി മാസം 1-ാം തീയതി അതിരാവിലെ വാഗ്ദത്തങ്ങളുമായി അത്യുന്നതന്റെ അതരത്തിൽ നിന്ന് പുറപ്പെട്ട വചനം അത് നിവർത്തിയായി വരുവാൻ ഇടയാകട്ടെ. നിവർത്തിയാകാതെ ചെല്ലുകയില മടങ്ങി. ഏതുദ്ദേശത്തിന് എന്റെ കർത്താവ് വചനമയച്ചോ അയച്ച കാര്യം സാധിപ്പിക്കും. വിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ കഴിയട്ടെ, അവൻ അയച്ച കാര്യം സാധിപ്പിക്കുക തന്നെ ചെയ്യും. ഇതാ ഞാൻ നിലവിളിക്കുമ്പോൾ തന്നെ, വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എന്റെ ശത്രുക്കൾ പിൻവാങ്ങും. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. സങ്കീർത്തനത്തിൽ ദൂരെ നിൽക്കുന്ന ദൈവത്തെ കാണുന്നുണ്ട്. 10-ാം സങ്കീർത്തനത്തിൽ ദൂരെ നിൽക്കുന്ന ദൈവത്തെ, മാറി നിൽക്കുന്ന കർത്താവിനെ കണ്ടിട്ടുണ്ട്. 46-ാം സങ്കീർത്തനത്തിൽ അടുത്ത് നിൽക്കുന്ന ദൈവത്തെ കണ്ടിട്ടുണ്ട്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. ഇതെല്ലാം ഓരോ മനുഷ്യന്റെ ജീവിത ഗന്ധിയായ സാഹചര്യത്തിൽ നിന്ന് എഴുതിയത് കൊണ്ടാണ് ഇങ്ങനെ. അല്ലാതെ ദൈവം അകലുന്നുമില്ല, ദൈവം അടുക്കുന്നുമില്ല. നമ്മൾ അടുക്കുകയും അകലുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഈ മേശയോട് ചേർന്ന് ഞാൻ നിൽക്കുന്നു. ഇപ്പൊ മേശ എന്നോട് ചേർന്ന ഞാൻ ഇവിടുന്ന് മാറുമ്പോൾ മേശ എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഞാൻ ഈ മേശയിൽ നിന്നും അകന്നു നിൽക്കുന്നു. നമ്മുടെ കർത്താവിന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ലാത്ത ദൈവമാണെന്ന് പറയുമ്പോൾ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാന്ന് പറയുമ്പോൾ, ഇന്നലെ എങ്ങനെയായിരുന്നു ഇന്നങ്ങനെ തുടർന്ന് നാളെയും അങ്ങനെ ആയിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഞാനാണ് അകലുകയും അടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഉണ്ടാണോ? അപ്പോൾ ദൈവത്തോട് അടുക്കുന്നതും ദൈവത്തോട് അകലുന്നതും മനുഷ്യനാ. ദൈവം ഭൂമി മുഴുവൻ, സ്വർഗം മുഴുവൻ, സ്വർഗാദി സ്വർഗത്തിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ്.
ദൈവത്തിന് സ്തോത്രം. ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ എന്തെല്ലാം ശബ്ദങ്ങളുണ്ട്. നമ്മളിപ്പോൾ എൻ്റെ ശബ്ദത്തിന് മാത്രം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അത് നിങ്ങൾ കൂടുതലായി കേൾക്കുന്നത്. എന്നാലൊന്ന് വിട്ടുമാറി നോക്കിയാൽ ഇവിടെ ഫാൻ കറങ്ങുന്ന ശബ്ദമുണ്ട്, പുറത്തുള്ള ശബ്ദമുണ്ട്, പക്ഷികളുടെ ശബ്ദമുണ്ട്. നമ്മൾ ഏത് ശബ്ദത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ, ഏത് ശബ്ദത്തിന് ചെവി കൊടുക്കുന്നോ, അത് മാത്രം നമുക്ക് കേൾക്കുവാൻ കഴിയും. ആയതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ മഹാദൈവത്തിന്റെ ശബ്ദം ഇവിടെ മുഴങ്ങുന്നുണ്ട്. എന്നാൽ അതിന് ചെവി കൊടുക്കുന്നവൻ മാത്രമേ അത് തിരിച്ചറിയുന്നുള്ളൂ. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ തന്നെ എന്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. അനുകൂലമായ ദൈവത്തെ, അകന്നു നിൽക്കുന്ന ദൈവത്തെ അനുകൂലമാക്കുന്ന, അടുപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളല്ല, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളാണ് നമ്മുടെ ദൈവത്തെ നമ്മോട് അടുപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കഷ്ടങ്ങളിലും ഞാൻ പ്രശംസിക്കുമെന്ന് പൗലോസ് പറഞ്ഞത് ഈ കർത്താവിനെ തന്നിലേക്ക് അടുപ്പിക്കുന്നത് അവന്റെ ജീവിതത്തിലെ കഷ്ടമാണ്. ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ഫിലിപ്പി ലേഖനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ, ഞാൻ ജീവിച്ചിരിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് നല്ലതല്ലോ. ദൈവത്തിന് സ്തോത്രം. അത് ഉത്തമമല്ലോ. എന്നാൽ ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്നത് എനിക്ക് അത്യുത്തമമാണ്. ഇനി പൗലോസിന്റെ ജീവിതം ഒന്ന് നോക്കാം. ഈ മരിക്കുന്നത് ലാഭം എന്ന് പറയുന്നത് ഒരു ബിസിനസ് ടൈമാണ്. കച്ചവടക്കാരൻ സന്തോഷത്തിന് വേണ്ടിയല്ല കച്ചവടം ചെയ്യുന്നത്, ലാഭത്തിന് വേണ്ടിയാ. ലാഭത്തിന്റെ പേഴ്സൻറ്റേജിന് വ്യത്യാസം കാണും. ചിലപ്പോൾ കൂടിയ പേഴ്സൻറ്റേജ് കാണും, കുറഞ്ഞ പേഴ്സൻറ്റേജ് കാണും. കച്ചവടം ലാഭത്തിനുള്ളതാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാളും മരിക്കുന്നത് ലാഭമെന്ന് പൗലോസ് പറയുന്നത്, മുതൽ മുടക്കില്ലാതെ ചില പ്രോഫിറ്റ് കിട്ടുന്നത് മരണത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോ വില കൊടുക്കണം. വില കൊടുക്കാതെ ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ് മരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് അത്യുത്തമമെന്ന് പൗലോസ് പറയുന്നു. പൗലോസ് നേരത്തെ എവിടായിരുന്നു? അധമമായതിലായിരുന്നു. ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന നിലയിൽ അധമമായതിൽ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോഴോ അധമമായതിൽ നിന്ന് ഉത്തമമായതിലേക്ക് വന്നു. ഇപ്പോൾ ഈ ഉത്തമമായതിൽ നിന്നുകൊണ്ട് പൗലോസ് പറയുക, കർത്താവിന്റെ അടുത്തോട്ട് പോകാൻ പറ്റിയാൽ അത് അത്യുത്തമമാണ്. കണ്ടോ? അധമം, ഉത്തമം, അത്യുത്തമം. നമ്മള് ഒരുപടി മുന്നോട്ട് വെച്ചിരിക്കുന്നെങ്കിൽ ഒരുപടി താഴോട്ട് പോരാൻ പിന്നെ ആഗ്രഹിക്കുകയല്ല, ഒരു ചുവടുകൂടെ മുന്നോട്ട് വെക്കണമെന്നേ ആഗ്രഹിക്കൂ. അധമമായതിലായിരുന്നു നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. ഇപ്പോൾ ഈ കൃപയിലേക്ക് വന്നപ്പോൾ ഉത്തമമായതിൽ കർത്താവ് കൊണ്ടുവന്ന് നിർത്തി. നമ്മുടെ ഈ ലോക ജീവിതം അവസാനിക്കുമ്പോൾ ഉത്തമമായതിൽ നിന്ന് അത്യുത്തമമായതിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ ഇട്ടേച്ചു പോയല്ലോ, എന്നെ കൂടെ കൊണ്ടുപോകാൻ മേലായിരുന്നോ എന്നൊന്നും ചോദിച്ച് കരയേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, എന്നെ കൂടെ കൊണ്ടുപോകാൻ മേലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഈ മരിച്ച പുള്ളി എഴുന്നേറ്റ് എന്നാ വാ എന്ന് പറഞ്ഞാൽ വരുമോ? വരുമൊന്നുമില്ല. ഉമ്മ പറയുന്നുള്ളതേ ഉള്ളൂ. എന്നാ വാടി പോയേക്കാം, ഒന്നിച്ച് വാ എന്നും പറഞ്ഞ പുള്ളി താടിക്ക് കെട്ടിയ കെട്ടുമൊക്കെ കഴിച്ചു വരാൻ പറഞ്ഞാൽ ഒന്നും വേണ്ട, അങ്ങ് പോയച്ചാൽ മതി. ഇതേ പറയുള്ളൂ. അതൊരു ചടങ്ങെന്നുള്ള രീതി കാണിച്ചെന്നുള്ളതേ ഉള്ളൂ.
നമ്മുടെയൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ. നമ്മുടെ പിള്ളേർ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്നെ അങ്ങ് വിളി കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് പറയാം എന്നാ ഇനി പോരാൻ പറഞ്ഞാൽ പോവുകയല്ല, പോകാൻ വേണ്ടിയൊന്നുമല്ല. അതൊക്കെ ഒരു പതിവ് ചടങ്ങ് പോലെ ഇങ്ങനെ പറയുന്നുണ്ടോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ നിന്റെ തലയൊന്ന് പോയാൽ മതിയായിരുന്നു, ഉടനെ ഒരു തല കളയാനായിട്ടൊരു വാളുമായിട്ടേക്ക് വരികയാണെങ്കിൽ സമ്മതിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ആഗ്രഹിച്ചിട്ടും ചോദിച്ചിട്ടും ഒന്നുമല്ല. നമ്മൾ ചോദിച്ചതും പറയുന്നതും എല്ലാം നടത്തി തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട്. നല്ലതായിരുന്നു, ഇന്ന് അനുഭവിക്കാൻ ആള് കാണുകയല്ലായിരുന്നതാ. നമ്മൾ പറഞ്ഞ പല കാര്യവും ഒന്ന് കർത്താവ് നടത്തി തന്നായിരുന്നെങ്കിൽ ചില സമയത്ത് മാനസിക സംഘർഷമൊക്കെ ഉണ്ടായി വല്ലാതെ തകർന്നു കഴിയുമ്പോൾ കർത്താവ് ഈ ഓടിച്ചുകൊണ്ട് പോകുന്ന പോക്കിന് ഞാൻ തിരിച്ചു വരാതിരുന്നായിരുന്നേലെന്ന് ആലോചിച്ചിട്ടുണ്ട് പലപ്പോഴും. അത് അതിലേങ്ങ് പോവായിരുന്നല്ലോ, എങ്ങനെ ഇരുന്നേനെ. കർത്താവ് നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരാത്തതും അവൻ ദൈവമായതുകൊണ്ടാണ്. നാം പൊടിയെന്നവൻ ഓർക്കുന്നു. നമ്മളൊക്കെ യോനാമാര് പോലെ ഇഞ്ചിന് മാറി അന്നേരം അങ്ങ് പിണങ്ങുക. എന്നിട്ട് കർത്താവ് നാണം കെട്ട് പുറകെ വരിക, നീ അങ്ങനെ പിണങ്ങാത്ത അതല്ല ഇതിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ്. നമ്മൾ പോയ കർത്താവിന് ഒന്നും വരാനില്ല, എന്നിട്ടും നമ്മളങ്ങ് പിണങ്ങുക. നീ കോപിക്കുന്ന എന്നാന്ന് ചോദിച്ചപ്പം യോന പറയാ, നീ കോപിക്കുന്ന വിഹിതമാണോന്ന്? ഞാൻ കോപിക്കുന്ന മരണപര്യന്തം വിഹിതമാ. ഇതൊക്കെ ആരോടാ ഈ പറയുന്നേ? യോനായോട് ചോദിക്കുന്നു, ഒരു ചെലവുമില്ലാതെ നീ നടാതെ വെള്ളം കോരാതെ നിന്റെ തലയ്ക്ക് തണലായി വന്ന ഞാനുണ്ടാക്കിയ ആമണക്കുണങ്ങി നിനക്ക് ഇത്ര വേദനയാണോ? അങ്ങനെയാണെങ്കിൽ ഇടങ്കയും വലങ്കയും തിരിച്ചറിയാൻ മേലാത്ത ഈ ആളുകളെ കുറിച്ച് എനിക്ക് എത്രത്തോളം സഹതാപം തോന്നും. പ്രിയരെ, നമ്മുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരാത്തതിനും ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ കഴിയണം. കാരണം നമ്മൾ ചോദിച്ചതെല്ലാം കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന് നമ്മളിവിടെ കാണുകയില്ലായിരുന്നെന്ന്. ഒരു നിമിഷ കർത്താവിന്റെ കരത്തിലേക്ക് നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ടാണ് അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നില്ല. നാം ബലഹീന മനുഷ്യരെന്ന് അവൻ അറിയുന്നു. കർത്താവ് തന്റെ കരുണ നമ്മോട് ചൊരിയുന്നത് കൊണ്ടാണ് ഇന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. അവന്റെ ആ നല്ല വിശ്വസ്തതയുടെ കരത്തിൽ നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് ആത്മസന്തോഷത്തോടെ, അനുഗ്രഹത്തോടെ, നന്മയോടെ, ദൈവസാന്നിധ്യബോധത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ തുടരുവാൻ കർത്താവ് നമ്മെ പ്രാപ്തരാക്കട്ടെന്ന് ഓർപ്പിച്ചുകൊണ്ട് തിരുവചന പ്രബോധനത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.